അപ്പം വർദ്ധിപ്പിച്ചു. അപ്പൊ അപ്പം അവന് ഇഷ്ടമുള്ളതുപോലെ അവനാക്കി. അതുപോലെ എന്താ ഈശോ വെള്ളത്തിന് മീതെ നടന്നു. അവന്റെ ശരീരത്തെ അവന് ഇഷ്ടമുള്ളതുപോലെ അവനാക്കി. നോ അപ്പോ ആ ഈശോയ്ക്ക് എന്താ ഈശോനെ ഒരു അപ്പത്തിന്റെ രൂപത്തിലാക്കാൻ പറ്റില്ലേ? ഉറപ്പായിട്ടും പറ്റും. പക്ഷെ നമ്മള് കാണുന്നത് എന്താ? നമ്മള് കാണുമ്പോ ഇത് അപ്പായിട്ട് തോന്നും. അല്ലെ? ഇത് അപ്പായിട്ട് തോന്നും. പക്ഷെ അതാ വിശ്വാസം. അപ്പൊ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഈ തോമസ് അക്വിനാസ് പറയുന്ന ഒരു വാക്യം ട്രാൻസ്സബ്സ്റ്റാൻസിയേഷൻ എന്നാ പറയുന്നത്. വിശുദ്ധ കുർബാനയിലെ കോൺസെക്രേഷന്റെ ടൈമില് എന്താ സംഭവം ട്രാൻസ്സബ്സ്റ്റാൻസിയ. പക്ഷെ അത് ഭയങ്കര പാടാണ് പറയാനും എക്സ്പ്ലെയിൻ ചെയ്യാനും. പക്ഷെ അതെന്താ പറയാ സത്ത പരിവർത്തനം അല്ലെങ്കിൽ സത്താഭേദം, പരിവർത്തനം എന്നൊക്കെയാ പറയുന്നത്. പക്ഷെ ഈ വിശുദ്ധൻ നല്ല അടിപൊളിയായിട്ട് ഇത് നല്ല സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതെ അത് പക്ഷെ അച്ഛൻ ഇത് ആദ്യമായിട്ട് ഇത് വായിച്ചപ്പോ അച്ഛന് ഒത്തിരി സന്തോഷം തോന്നി. ഈ ആം, നമ്മള് ഈ ഈശോയുടെ രഹസ്യങ്ങള് വിശുദ്ധ ഗ്രന്ഥം വെച്ച് തന്നെ വ്യാഖ്യാനിക്കുന്നതാണ് ഏറ്റവും അടിപൊളി. വിശുദ്ധ ഗ്രന്ഥം വഴി വ്യാഖ്യാനിക്കുന്നത്. അപ്പൊ ഇത് പറയാൻ വേണ്ടി അച്ഛന് എടുക്കാൻ ഇന്ന് ആഗ്രഹിക്കുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകമാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 27-ാം അധ്യായം. ഉൽപ്പത്തിയുടെ പുസ്തകം 27-ാം അധ്യായം. അതിൽ കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യാക്കോബ് ഇസഹാക്ക് അനുഗ്രഹം കൊടുക്കുന്നതാ. ഉൽപ്പത്തിയുടെ പുസ്തകം 27-ാം അധ്യായം. യാക്കോബിന് അനുഗ്രഹം കൊടുക്കുന്ന ഇസഹാക്ക്. അപ്പൊ നമുക്ക് അതിന്റെ കോണ്ടെക്സ്റ്റ് അറിയാം. ആഹ് ഇസഹാക്കിന് ഇസഹാക്കിന് പ്രായായി. കണ്ണിന് കാഴ്ചയൊക്കെ നഷ്ടപ്പെട്ടു. അങ്ങനെ അപ്പൊ മൂത്ത മോന് ഏശാവിനെയായിരുന്നു ഇസഹാക്കിന് ഒത്തിരി കാര്യം. അപ്പം ഏശാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് വയസ്സായി എപ്പഴാ മരിക്കാന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ അതുകൊണ്ട് നീ പോയി വേട്ടയാടിയിട്ട് കുറച്ച് ഇറച്ചിയൊക്കെ കൊണ്ടുവാ. എന്നിട്ട് നന്നായിട്ട് പാകം ചെയ്ത് കൊണ്ടുവരിക. അപ്പം മരിക്കുന്നതിന് മുമ്പ് ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. അപ്പൊ ഇതൊക്കെ കേട്ടോണ്ട് ആഹ് റബേക്ക നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ റബേക്കയ്ക്കാണെങ്കില് ഇസഹാക്കിനോടായിരുന്നു താല്പര്യം കൂടുതല്. അപ്പം ഇസഹാക്കിനോട് പറഞ്ഞു, ഇങ്ങനെ അപ്പനിങ്ങനെ ഏശാവിനോട് പറഞ്ഞത് ഞാൻ കേട്ടു. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്. നീ പോയി 2 ആട്ടിൻകുട്ടീനെയൊക്കെ പിടിച്ചിട്ട് വാ. ഞാൻ നന്നായിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരാം. അത് കഴിഞ്ഞിട്ട് നീ ഇത് പിതാവിന് കൊണ്ടോയി കൊടുക്ക. അപ്പൊ നിനക്ക് അനുഗ്രഹം കിട്ടും. അപ്പൊ പറഞ്ഞു, അപ്പൊ എനിക്ക് അതിന്റെ ശാപം കിട്ടില്ലേ? ഞാൻ തെറ്റാണല്ലോ ചെയ്യുന്നേ. ഞാൻ ഏശാവല്ലെന്ന് അറിഞ്ഞ് കഴിയുമ്പോ അപ്പൊ പറഞ്ഞു, അതെ അത് ഞാൻ ഏറ്റെടുത്തോളാം. അപ്പൊ നീ എങ്ങനെയാലും പോകാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ പോവാൻ നേരത്ത് അപ്പൊ അതുപോലെ യാക്കോബ് പറയുന്നുണ്ട്, ഏശാവിനാണെങ്കിൽ ഒത്തിരി രോമമൊക്കെ ഉണ്ട്. അപ്പൊ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പൊ റബേക്കയാണെങ്കില് യാക്കോബിന്റെ ഇപ്പൊ ആട്ടിൻ രോമവും ആഹ് ഇപ്പൊ എന്താ പറയാ ആഹ് അതിനു വേണ്ടി കയ്യിലൊക്കെ ആണെങ്കില് അമ്മ എന്താ പറയാ ഈ കഴുത്തില് ഈ എന്താ ആട്ടിൻ തോല് കൊണ്ടുള്ളതൊക്കെ കയ്യിൽ വെച്ചു. അപ്പൊ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി രോമം ഉള്ളത് പോലെയൊക്കെ തോന്നൂലോ. അപ്പൊ അങ്ങനെ എല്ലാം പിന്നെ ഏശാവിന് ഡ്രസ്സ് ഇടീപ്പിച്ചു. ഇതെല്ലാം റെബേക്ക ചെയ്തിട്ട് അതുപോലെ ഭക്ഷണവും കൊടുത്തുകൊണ്ട് ഇസഹാക്കിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോവാണ്. അതിന് ശേഷമുള്ള കാര്യങ്ങൾ വായിക്കാം. 18-ാം വാക്യം തൊട്ട് ഇങ്ങനെയാണ്. യാക്കോബ് പിതാവിന്റെ അടുക്കൽ ചെന്ന് വിളിച്ചു, എന്റെ പിതാവേ, ഇതാ ഞാൻ. അവൻ വിളി കേട്ടു. നീ ആരാണ് മകനെ എന്ന് അവൻ ചോദിച്ചു. യാക്കോബ് മറുപടി പറഞ്ഞു, അങ്ങയുടെ കടിഞ്ഞൂൽ പുത്രൻ ഏശാവാണ് ഞാൻ. അങ്ങ് ആവശ്യപ്പെട്ടതുപോലെ ഞാൻ ചെയ്തിരിക്കുന്നു. എഴുന്നേറ്റ് എന്റെ നായാട്ട് ഇറച്ചി ഭക്ഷിച്ച് എന്നെ അനുഗ്രഹിച്ചാലും. എന്നാൽ ഇസഹാക്ക് ചോദിച്ചു, എന്റെ മകനെ, നിനക്ക് ഇത് ഇത്ര വേഗം എങ്ങനെ കിട്ടി? യാക്കോബ് പറഞ്ഞു, അങ്ങയുടെ ദൈവമായ കർത്താവ് ഇതിനെ എന്റെ മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ ഇസഹാക്ക് യാക്കോബിനോട് പറഞ്ഞു, അടുത്തു വരിക മകനെ, ഞാൻ നിന്നെ തൊട്ടു നോക്കി നീ എന്റെ മകൻ ഏശാവ് തന്നെയോ എന്ന് അറിയട്ടെ. അപ്പൊ ഞാൻ നിന്നെ തൊട്ടു നോക്കി നീ എന്റെ മകൻ ഏശാവ് തന്നെയോ എന്നറിയട്ടെ. യാക്കോബ് പിതാവായ ഇസഹാക്കിന്റെ അടുത്ത് ചെന്നു. അവനെ തടവി നോക്കിയിട്ട് ഇസഹാക്ക് പറഞ്ഞു, സ്വരം യാക്കോബിന്റേതാണ് എന്നാൽ കൈകൾ ഏശാവിന്റേതും. ഇസഹാക്ക് അവനെ തിരിച്ചറിഞ്ഞില്ല. കാരണം അവന്റെ കൈകൾ സഹോദരനായ ഏശാവിന്റെ കൈകൾ പോലെ രോമം നിറഞ്ഞതായിരുന്നു. ഇസഹാക്ക് അവനെ അനുഗ്രഹിച്ചു. അവൻ ചോദിച്ചു, സത്യമായും നീ എന്റെ മകൻ ഏശാവ് തന്നെയാണോ? അതെ എന്ന് അവൻ മറുപടി പറഞ്ഞു. ഇസഹാക്ക് പറഞ്ഞു, എന്റെ മകനെ, നിന്റെ നായാട്ടിറച്ചി കൊണ്ടുവരിക. അത് തിന്നിട്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കട്ടെ. ഇസഹാക്ക് അത് ഭക്ഷിക്കുകയും അവൻ കൊണ്ടുവന്ന വീഞ്ഞു കുടിക്കുകയും ചെയ്തു. ഇസഹാക്ക് അവനോട് പറഞ്ഞു, നീ അടുത്തു വന്ന് എന്നെ ചുംബിക്കുക.
അവൻ ചുംബിച്ചപ്പോൾ ഇസഹാക്ക് അവന്റെ ഉടുപ്പ് മണത്തു നോക്കി. അവനെ അനുഗ്രഹിച്ചു. കർത്താവ് കനിഞ്ഞ് അനുഗ്രഹിച്ച വയലിന്റെ മണമാണ് എന്റെ മകന്റേതെന്ന് അവൻ പറഞ്ഞു. അപ്പൊ ഇത്രയും വായിച്ചാച്ച നിർത്തുകയാണ്. അപ്പം എന്തൊക്കെയാ സംഭവിച്ചത്? അപ്പം നമുക്കറിയാം ഇസഹാക്കാണെങ്കില് ഏസാവിന്റെ വസ്ത്രമൊക്കെ ഇട്ടു, രോമമൊക്കെ ഫിക്സ് ചെയ്തു. അത് കഴിഞ്ഞ് പിതാവിന്റെ അടുത്ത് ചെന്നു. ചെന്ന് കഴിഞ്ഞപ്പോ പിതാവ് പറയുന്നു, നീ ഇങ്ങ് വന്നേ, എന്റെ അടുത്ത് വാ. അപ്പോ ഞാൻ ഇനി ഒന്ന് തൊട്ടു നോക്കട്ടെ. തൊട്ടു നോക്കി എന്തിനാ? ഏസാവാണോന്നറിയാൻ. തൊട്ടു നോക്കി. തൊട്ടു നോക്കിയപ്പം ആരാന്നാ മനസ്സിലായേ? ഏസാവാന്ന് മനസ്സിലായി. അല്ലേ? തൊട്ട് നോക്കിയപ്പോ ഏസാവാന്ന് മനസ്സിലായി. കുറച്ച് കഴിഞ്ഞപ്പം പക്ഷെ എന്നാലും പിതാവ് പറഞ്ഞു, "പക്ഷെ നിന്റെ സൗണ്ട് യാക്കോബിനെ പോലെയാണെന്ന്" പറഞ്ഞു. അത് കഴിയുമ്പോ കുറച്ച് കഴിയുമ്പോ പറഞ്ഞു, "മോനെ നീ ഇങ്ങ് വന്നേ, ഞാൻ നിന്നെ ഒന്ന് ചുംബിക്കട്ടെ." അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, എന്തിനാ ചുംബിക്കാൻ പറഞ്ഞെ? അപ്പൊ അടുത്ത് വരൂലോ. ചുംബിക്കുമ്പോ അവന്റെ ശരീരം ഒന്ന് മണക്കാൻ, അവന്റെ വസ്ത്രം ഒന്ന് മണക്കാൻ. അപ്പൊ അവന് ഇസഹാക്ക് ആഹ് യാക്കോബിന് ആ വസ്ത്രം ഒന്ന് മണത്ത് നോക്കിക്കഴിഞ്ഞപ്പോ ആഹ് ഏസാവിന്റെ മണാണ്. കാരണം എന്താ? ഏസാവിന്റെ ഡ്രസ്സല്ലേ ഇട്ടേക്കുന്നെ, ഉടുപ്പാ ഇട്ടേക്കുന്നെ. അപ്പം അങ്ങനെ മണത്തു. പക്ഷെ നമുക്കറിയാലോ, അപ്പം ഈ തൊട്ടു നോക്കിയപ്പം ആഹ് ഇസഹാക്കിന് തോന്നിയത് ആരാന്നാ? ഏസാവാ. പക്ഷെ ഏസാവാണോ? അല്ലല്ലോ. ഉള്ളിൽ ആരായിരുന്നു? യാക്കോബായിരുന്നു. തൊട്ടു നോക്കിയപ്പോ ഏസാവ്. പക്ഷെ സത്യത്തിൽ ഉള്ളിൽ ആരാ? ഉള്ളിൽ യാക്കോബ്. മണത്ത് നോക്കിയപ്പം ആരുടെ മണാണ്? മണത്ത് നോക്കുമ്പോ ഏസാവിന്റെ മണാണ്. പക്ഷെ സത്യത്തിൽ ഏസാവാണോ? അല്ലല്ലോ. ഉള്ളിൽ ഇസഹാക്കായിരുന്നു. ഉം. ഭക്ഷണം കഴിച്ചു നോക്കി. ഭക്ഷണം കഴിച്ചപ്പോ അത് സാധാരണ ഏസാവ് ഉണ്ടാക്കുന്ന ഭക്ഷണാണ്. പക്ഷെ അത് ഏസാവ് ഉണ്ടാക്കിയ ഭക്ഷണം ആയിരുന്നില്ല. പക്ഷെ ഇപ്പൊ എന്താ? നമുക്കറിയാം നമ്മുടെ ഇന്ദ്രിയങ്ങൾ 5 ഇന്ദ്രിയങ്ങളുണ്ടല്ലോ. അപ്പം ഇതില് എല്ലാ ഇന്ദ്രിയങ്ങളും ഉപയോഗിച്ചിട്ടുണ്ടാവോന്ന് നോക്കാം. നമ്മുടെ ഒന്നാമത്തെ നമ്മുടെ സ്പർശനേന്ദ്രിയം. അപ്പൊ സ്പർശനേന്ദ്രിയം ഇസഹാക്ക് ഉപയോഗിച്ചു. ഇസഹാക്ക് ഉപയോഗിച്ച് നോക്കി. തൊട്ടു നോക്കി. രണ്ടാമത്തത് എന്താ? മണത്ത് നോക്കി രണ്ടാമത്തെ ഇന്ദ്രിയം ഉപയോഗിച്ചു. പിന്നെ കഴിച്ച ഭക്ഷണത്തിന്റേത്. പിന്നെ എന്താ? കണ്ണ് കാണാൻ. പക്ഷെ കാഴ്ചയില്ലായിരുന്നു. കാഴ്ച കാണാനുള്ള കഴിവ് നഷ്ടപ്പെട്ടിരുന്നു. അപ്പം കാണാനും പറ്റിയില്ല. പിന്നെയുള്ളത് എന്താ? വേറൊരെണ്ണം കേൾവിയുണ്ട്. പക്ഷെ കേൾവി നോക്കിയപ്പോ കറക്റ്റ് ആയിട്ട് അത് ഇസഹാക്കാന്ന് പറയുന്നു. അപ്പൊ എന്താ? എല്ലാ ഇന്ദ്രിയങ്ങളും ചതിച്ചു. ഒരു ഇന്ദ്രിയം മാത്രം കറക്റ്റ് ആയിട്ട് പറഞ്ഞു. അപ്പം 4 ഇന്ദ്രിയങ്ങളെ പറ്റിച്ചു. പക്ഷെ ഒരെണ്ണം മാത്രം ചെവി മാത്രം. അപ്പൊ ഈ പുണ്യാളൻ ഉണ്ടല്ലോ, ഇനി നമ്മൾ തിരിച്ചു വരുവാണ്. അപ്പൊ നമുക്ക് ഇപ്പം ഈ കോണ്ടെക്സ്റ്റും ഇതൊക്കെ മനസ്സിലായല്ലോ. അപ്പൊ ഈ തോമസ് അക്വീനാസ് പുണ്യാളൻ പറയുന്നത് ഇതുപോലെയാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാന വിശുദ്ധ കുർബാന തൊട്ടു നോക്കിയ അപ്പാണ്. തൊട്ടു നോക്കിയ അപ്പ. പക്ഷെ അപ്പ ആണോ? അല്ല, ഈശോയാണത്. ഉള്ളിൽ ഈശോയാണ്. തൊട്ടു നോക്കുമ്പോൾ അപ്പം, പക്ഷെ ഉള്ളിൽ ഈശോ. മണത്ത് നോക്കുമ്പോൾ അപ്പം, പക്ഷെ ഉള്ളിൽ അല്ല, ഉള്ളിൽ ഈശോ. രുചിച്ച് നോക്കിയ അപ്പാണ്. പക്ഷെ അപ്പാണോ? അല്ല, അപ്പം പോലെ ടേസ്റ്റ്, പക്ഷെ ഉള്ളിൽ ഈശോയാണ്. പിന്നെ കാഴ്ച. കണ്ടു കഴിഞ്ഞാ അപ്പാണ്. പക്ഷെ അപ്പാണോ? അല്ല, ഉള്ളിൽ ഈശോയാണ്. പിന്നെ ആകെ ഒരു ഇന്ദ്രിയാണുള്ള കേൾവി. അപ്പൊ കാണുമ്പോൾ അപ്പം, തൊടുമ്പോൾ അപ്പം, മണക്കുമ്പോൾ അപ്പം, രുചിക്കുമ്പോൾ അപ്പം. വിശുദ്ധ കുർബാന അങ്ങനെ തന്നെയാണ്. പക്ഷെ കേൾക്കുമ്പോ വിശുദ്ധ കുർബാനയുടെ സമയത്ത് ഈശോ വൈദികനിലൂടെ പറയുന്നത് എന്താ? ഇത് എന്റെ ശരീരമാകുന്നു. അത് ആരുടെ വാക്കാ? ഈശോയുടെ വാക്കാ. അപ്പൊ വാക്ക് മാത്രം ഈശോയുടെ. ബാക്കിയെല്ലാം നമുക്ക് മനസ്സിലാവുന്ന രീതിയിലല്ല. വാക്ക് മാത്രം ഈശോയുടെ. അപ്പം തൊടുമ്പോ അപ്പായിട്ട് തോന്നും. മണക്കുമ്പോ അപ്പായിട്ട് തോന്നും. നോക്കുമ്പോ അപ്പായിട്ട് തോന്നും. രുചിക്കുമ്പോ അപ്പായിട്ട് തോന്നും.
പക്ഷെ ശ്രവിക്കുമ്പോ മാത്രം മനസ്സിലാവും ഇത് ഈശോയുടെ വാക്കാണ്. ഈശോയുടെ വാക്കാണ്. ഇതാണ് എന്താ പറയാ സംഭവിക്കുന്ന വിശുദ്ധ കുർബാനയില്. അപ്പം തോമസ് അക്വീനാസ് വിശുദ്ധൻ പറയുന്നത് എന്താണെന്നറിയോ? ഈ യാക്കോബ് അല്ല ഇസഹാക്ക് എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയാ നമ്മളെ ഈ ഭൗതിക കാര്യങ്ങൾക്കൊക്കെ വേണ്ടി കൂടുതൽ ശ്രദ്ധിക്കുന്ന നമ്മുടെ എന്താ പറയാ നമ്മുടെ തലത്തെയാണ് പറയുന്നത്. യാക്കോബ് എന്ന് പറഞ്ഞാൽ പുറമേ ഉള്ളതിനെയൊക്കെ നോക്കുന്നു. പുറമേ ഉള്ളതിനെ നോക്കുന്നു. യാക്കോബല്ല ഇസഹാക്ക്. പുറമേ ഉള്ളതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. പുറമെ കാണുന്നതിന്, കേൾക്കുന്നതില്, രുചിക്കുന്നതില്, തൊടുന്നതില് അതിലൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അതാണ് നമ്മുടെ എന്താ ഭൗമിക മനുഷ്യനോ അതാണ് ഇസഹാക്കിനെ സൂചിപ്പിക്കുന്നത്. പക്ഷെ റബേക്കയാണെങ്കിൽ എല്ലാം എന്താ പറയാ വിശ്വാസത്തിൽ കാണുന്നു. ഉള്ളിൽ ഇന്റീരിയർ മനുഷ്യൻ അല്ലെങ്കിൽ നമ്മുടെ ആത്മാവ് അതാണ് റബേക്ക. അത് സത്യം ഇസഹാക്കിന് മനസ്സിലായി ഇസഹാക്കിന് മനസ്സിലായത് എന്താ ഇത് ഏസാവാണ്. പക്ഷെ റബേക്കയ്ക്ക് അറിയാം പുറത്ത് ഏസാവാണെങ്കിലും അകത്ത് ആള് ഇസഹാക്കാണ്. അകത്ത് ആള് യാക്കോബാണ്. പുറത്ത് ഏസാവാണെങ്കിലും അകത്ത് യാക്കോബാന്ന് റബേക്കയ്ക്ക് അറിയാം. പക്ഷെ ഇസഹാക്കിന് അറിയില്ല. അതുപോലെയാ ഈ ഇപ്പൊ എന്താ ഇതിന്റെ എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ അപ്പം അതിന്റെ എക്സ്റ്റേണൽ കാര്യങ്ങൾ അപ്പം. പക്ഷെ ഉള്ളിലെന്താ? ഉള്ളില് ശരിക്കും ഈശോ. ഉള്ളില് ഈശോ. അപ്പൊ ഇങ്ങനെയാണ് തോമസ് അക്വീനാസ് വിശുദ്ധൻ ഈ ഒരു രൂപാന്തരീകരണ സത്താഭേദ അല്ലെങ്കിൽ സത്താ രൂപാന്തരീകരണത്തെ വിശേഷിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അച്ഛൻ പറഞ്ഞില്ലേ ഒരു 3 പാട്ടുകള് ഈ ഉർബൻ നാലാമൻ പറഞ്ഞപ്പം എഴുതിയെന്ന് പറഞ്ഞില്ലേ. അപ്പൊ അതില് ഇപ്പൊ ഈ അഡോറേഷൻ ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു ഇതാണ് താന്തം വെർഗോ സാക്രമെന്റ്. അപ്പൊ അതില് പറയുന്ന ഒരു 2 വാക്ക് ഇങ്ങനെയാണ്. സെൻസസ് കനോട്ട് grasp this marvel. Faith must serve to compensate. എന്ന് പറഞ്ഞാൽ എന്താ? എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ഈ ഒരു എന്താ അത്ഭുതത്തെ മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മുടെ ഇന്ദ്രിയങ്ങള് ഈ അത്ഭുതം മനസ്സിലാക്കാൻ എന്താ പറയാ പറ്റാണ്ട് പോകുന്നു. പക്ഷെ നമ്മുടെ വിശ്വാസം അതിനെ അതിജീവിക്കുന്നു എന്ന്. നമ്മുടെ ഇന്ദ്രിയങ്ങള് ഈ ഒരു അത്ഭുതം മനസ്സിലാക്കാൻ വിട്ടുപോകുന്നു. പക്ഷെ നമ്മുടെ വിശ്വാസം അതിനെ അതിജീവിക്കണം. അപ്പൊ അതാണ് സെൻസസ് cannot grasp this marvel, but faith must serve to compensate. അപ്പം ഇന്ദ്രിയങ്ങൾക്ക് പറ്റാത്തത് എന്റെ വിശ്വാസം കൊണ്ട് നമ്മൾ അതിജീവിക്കണം.